എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാരെ. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വയോവൃദ്ധർ അല്ലെ സീനിയർ സിറ്റിസൺസ് സമയം എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിക്കും, എങ്ങനെ സമയം ഫലപ്രദമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും, അതിനെക്കുറിച്ചാണ്. ജീവിതത്തിൻ്റെ സായാഹ്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് ആണ് സമയം. ആ സമയം സന്തോഷത്തോടും അർത്ഥവത്തായും ചിലവഴിക്കാൻ ചില മാർഗങ്ങൾ നമുക്ക് നോക്കാം. 1. ആത്മസംസ്കാരം എന്ന് വെച്ചാൽ പ്രാർത്ഥന, ധ്യാനം, ആത്മീയ ഗ്രന്ഥങ്ങൾ മുതലായ വായിക്കുക. ഇത് വായിക്കുമ്പോൾ മനസ്സിന് സമാധാനവും ആത്മവിശ്വാസവും ലഭിക്കും. 2. പഠനശീലം. വയസ്സിനൊത്ത പഠനവും അവസാനിക്കേണ്ടതില്ല. പുസ്തകങ്ങൾ വായിക്കുക, ഓൺലൈൻ ക്ലാസ്സുകൾ പങ്കെടുക്കുക, പുതിയ വിഷയങ്ങൾ മനസ്സിലാക്കുക, മനസ്സിനെ യുവാവാക്കി നിലനിർത്തുക. ഇത് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യമാണ്. 3. ശാരീരിക അഭ്യാസം എന്ന് വെച്ചാൽ എന്താണ്? പ്രായത്തിനനുസരിച്ച് യോഗ, നടക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക. ശരീര സൗഖ്യം നിലനിർത്താൻ ഇതൊക്കെ സഹായിക്കും. ശരീര സൗഖ്യം നിലനിർത്തുമ്പോൾ മനസ്സും സന്തോഷമുള്ളതായിരിക്കും. 4. സമൂഹ സേവനം. അനുഭവങ്ങളും അറിവും സമൂഹത്തിനും പുതിയ തലമുറയ്ക്കും പങ്കുവയ്ക്കുക. കുട്ടികളെ പഠിപ്പിക്കുക, ഗ്രാമത്തിലെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുക. അങ്ങനെ ജീവിതത്തെ അർത്ഥവത്താക്കാൻ ശ്രമിക്കുക. 5. ഹോബികൾ. സംഗീതം, ചിത്രരചന, ഗാർഡനിങ്, എഴുത്ത്, അങ്ങനെ ഇഷ്ടമുള്ളത് എന്തും ഇതിന് മുൻപ് നമുക്ക് ചെയ്യാൻ സാധിക്കാത്തത് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുക. ഈ വകയൊക്കെ നമ്മുടെ ഹൃദയത്തെ സന്തോഷത്തോട് വയ്ക്കുവാൻ സാധിക്കും. നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം നൽകും ഈ പ്രവർത്തനങ്ങളൊക്കെ. 6. കുടുംബസമയം. ഇതിനു മുൻപ് ചിലപ്പോൾ നമുക്ക് സമയം കിട്ടിയെന്ന് വരികയില്ല നമ്മുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ പേരക്കുട്ടികളോട് ഒപ്പം ചെലവഴിക്കാൻ. അപ്പോൾ വാർദ്ധക്യം എന്ന് പറയുന്നത് നമ്മുടെ പേരക്കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുക, വീട്ടിലെ ഭാര്യ ഭർത്താക്കന്മാരോടൊപ്പം അല്ലെ കുട്ടികളോടൊപ്പം സമയം ചിലവഴിക്കുക, അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുക, അവരുമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കഷൻ ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ പേരക്കുട്ടികൾക്കൊക്കെ കഥകൾ പറഞ്ഞു കൊടുക്കുക, അവരുടെ കളിക്കൂട്ടുകാരാകുക. ഇത് ഇരുവരുടെയും ഹൃദയം നിറയ്ക്കും. 7. സാങ്കേതിക വിദ്യ പഠിക്കുക. അതായത് മോഡേൺ മൊബൈല്, കമ്പ്യൂട്ടർ, സോഷ്യൽ മീഡിയ, ഇതൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കാനും ഇതിൻ്റെ ഉപയോഗങ്ങൾ മനസ്സിലാക്കി കൂടുതൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കാനും സാധിക്കും. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ വരദാനമാണ്. ആ വരദാനം സന്തോഷവും സേവനവുമാക്കി മാറ്റുമ്പോഴാണ് വയോവൃദ്ധകാലം ഒരു അനുഗ്രഹമായി മാറുന്നത്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. ഈ ഓൾഡ് ഏജ് എന്ന് പറയുന്നത് ഗോൾഡൻ ഏജാണ്. ഇതുവരെ നമുക്ക് ചെയ്യാൻ സാധിക്കാത്തതൊക്കെ നമുക്ക് സാധിക്കണം. മനസ്സിന് സന്തോഷം വരുന്നതൊക്കെ പങ്കിടുക, നമ്മുടെ കുടുംബമായിട്ട് പങ്കിടുക, സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ചെയ്യുക. അങ്ങനെ നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയാൻ സാധിക്കും.
അങ്ങനെ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ടൈം ഹെയർ സീനിയർ സിറ്റിസൺ. താങ്ക് യു. ഇത് നിങ്ങൾക്ക് ഉപയോഗപ്രദമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഗൈസ്.